ഇൻ സെർച്ച് ഓഫ് ഡാറ്റ, ചരിത്രം അന്വേഷിക്കുമ്പോൾ, ഡാറ്റ അന്വേഷിക്കുമ്പോൾ എന്നതാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻ സെർച്ച് ഓഫ് ഡാറ്റ, വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ. ദിസ് സബ്ജക്റ്റ് വർ യൂസ്ഡ് ബൈ അവർ ഫോർഫാദേഴ്സ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം. മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങളാണ്. ഇതിൽ ചിലത് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചതുണ്ട്, അതുപോലെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഉപകരണങ്ങളുണ്ട്. Make an inquiry on their importance with the help of the elders in your family and locality. ഒരു ചെറിയ അന്വേഷണം നടത്തി അവയുടെ പ്രാധാന്യം നിങ്ങളുടെ മുൻഗാമികളോട് ചോദിക്കുക. അതായത് നിങ്ങളെക്കാൾ മൂത്തവരോട് ചോദിച്ച്, അല്ലെങ്കിൽ നാട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കും. ഇൻ സെർച്ച് ഓഫ് ഡാറ്റ, വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ. നിങ്ങൾക്ക് ഇതിൽ ചില ചിത്രങ്ങൾ കാണാം. ഈ ചിത്രങ്ങൾ മുൻകാലങ്ങളിൽ, അതായത് നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന ചില പാത്രങ്ങളും ഉപകരണങ്ങളും കൃഷിയായുധങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. ദിസ് ഒബ്ജക്റ്റ് വർ യൂസ്ഡ് ബൈ അവർ ഫോർഫാദേഴ്സ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഈ കാണുന്നത്. Make an inquiry on their importance with the help of elders in your family and locality. നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മുതിർന്നവരോട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിച്ച് മനസ്സിലാക്കണം. Prepare a report based on the information gathered and present it in your class. ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾ ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് ക്ലാസ്സിൽ സമർപ്പിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സമർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി എല്ലാം ആക്കി വെക്കുകയും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും വേണം. There are a lot of historical remains around us. നമുക്ക് ചുറ്റും ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ ബാക്കി നിൽപ്പുണ്ട്. That to be preserved for coming generations as it would provide them with the opportunity to learn about the past. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി, അവർക്ക് കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അത് ഇപ്പോഴും സംരക്ഷിക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് പഴയ വസ്തുക്കൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്? ദാറ്റ് ടു ബി പ്രിസർവ്ഡ് ഫോർ കമ്മിങ് ജനറേഷൻ. വരുന്ന തലമുറയ്ക്ക് വേണ്ടി അതെന്തിനാണ് സംരക്ഷിക്കപ്പെടണം? എന്തിനാണത്? ഇറ്റ് വുഡ് ബി പ്രൊവൈഡ് ദം വിത്ത് ദ ഓപ്പർച്യൂണിറ്റി ടു ലേൺ അബൌട്ട് ദി പാസ്റ്റ്. കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനുള്ള അവസരങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോഴും അതുപോലെ നിലനിർത്തണം എന്ന് പറയുന്നത്. If we are able to recognize the period to which these sources belong, the study about them would be more interesting. അവയെക്കുറിച്ച് if we are able to recognize the period, ആ കാലഘട്ടം നമുക്ക് കൃത്യമായി മനസ്സിലാവുമ്പോൾ, അതിൻ്റെ ഉപയോഗവും മനസ്സിലാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആവുകയും രസകരമാവുകയും ചെയ്യും. പ്രിപ്പയർ ആൻ ആൽബം. ഒരു ആൽബം തയ്യാറാക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ഫോട്ടോ കളക്ട് ചെയ്തു. പഴയ കാലത്ത്, അതായത് നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളെക്കുറിച്ചും ഫോട്ടോകളും അതുപോലെ സാധനങ്ങളും എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം വിത്ത് എ പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ. ഹിസ്റ്റോറിക്കൽ സോഴ്സുകളായ വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾ ചിത്രങ്ങൾ ശേഖരിച്ച് വെക്കുക. ആൻഡ് പ്രിപ്പയർ ആൽബം വിത്ത് എ പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ. കൃത്യമായ വിവര ശേഖരണത്തോടു കൂടി അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ആൽബം തയ്യാറാക്കണം ഇതിനെക്കുറിച്ച്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ, ഉപയോഗം എന്ത് എന്നും അതിൻ്റെ പേരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ആൽബം തയ്യാറാക്കി വെക്കണം. റിക്കോണിങ് ടൈംസ്. കാലഗണം മനസ്സിലാക്കൽ. എങ്ങനെയാണ് കാലങ്ങളെ മനസ്സിലാക്കുന്നത്? അത് എങ്ങനെയാണ് സമയം കണക്കാക്കുന്നത്? കാലഗണം കണക്കാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. When did India attain independence? എപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമായത്? ഇറ്റ് വാസ് ഇൻ 1947. യഥാർത്ഥത്തിൽ 1947 ഇന്ത്യ സ്വതന്ത്രമായത്. ആസ് യു നോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. ഇവിടെ ഈ ഇന്ത്യ സ്വതന്ത്രമായ കഥ പറയാനുള്ള കാരണം, യഥാർത്ഥത്തിൽ
ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. ഓരോ രാഷ്ട്രങ്ങൾക്കും അവരുടേതായ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ടാകും. ആ സംഭവം അവർ വളരെ ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. ദ ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഇൻ 1956. കേരളത്തിൻ്റെ രൂപീകരണം നടക്കുന്നത് 1956-ലാണ്. ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ദി സ്റ്റേറ്റ് ഓഫ് കേരള ഫോമഡ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം രൂപീകരണം നടക്കുന്നത്? ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രധാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് കേരളം എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത്. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കേരളം എന്ന സംസ്ഥാനം രൂപപ്പെടുന്നത്? ഗാന്ധിജി ലെഡ് ദി നിസാൾട്ട് സത്യാഗ്രഹ ഇൻ 1930. 1930-ലാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. ഈ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്തിനാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല സമരങ്ങളും നടന്നിരുന്നു. അതിൽപ്പെട്ടൊരു സമരമാണത്. പശ്ചാത്തലങ്ങൾ പലതുമുണ്ട്, അത് ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഈ സത്യാഗ്രഹം നടന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ എത്ര വർഷം മുമ്പായിരുന്നു? ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദി ഇൻഡിപെൻഡൻസ് വാസ് ദി സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ്ഡ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര വർഷം മുമ്പായിരുന്നു സത്യാഗ്രഹം നടന്നത്? ഹയ്യാർ ഇവിടെയെല്ലാം നമ്മളൊരു ക്രോണോളജി കണ്ടു. ഈ ക്രോണോളജി എന്ന് പറഞ്ഞാൽ ഒരു കാലഘടന കണ്ടു. ഈ രണ്ട് സംഭവത്തെയും നമ്മൾ അളക്കുന്നത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഒന്നാമത്തെ സംഭവം പറഞ്ഞത് കേരളത്തിൻ്റെ രൂപീകരണം, രണ്ടാമത് പറഞ്ഞത് ഗാന്ധിജിയുടെ യാത്ര, സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. ഇവിടെ രണ്ടും നടന്ന് രണ്ടിനെയും നമ്മൾ ഇവിടെ കണക്കാക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എത്ര വർഷം മുമ്പ് എന്ന രീതിയിലുള്ള ഒരു കാലഗണന കണക്കാക്കി. ടുഡേ അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അതുതന്നെയാണ്. ടുഡേ ദി ക്രിസ്ത്യൻ എറ ഇസ് കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദി വേൾഡ്. ഇന്ന് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്രോണോളജി ക്രിസ്ത്യൻ എറയാണ്, ക്രിസ്ത്യൻ കാലഘട്ടമാണ്. ദ പീരീഡ് ഇൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡ് ഇൻ ടു ADand BC. ചരിത്രത്തിൽ ചരിത്ര കാലഘട്ടത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് AD എന്നും മറ്റൊന്ന് BC എന്നും. ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ്, ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് BC എന്നും AC എന്നും തിരിക്കുന്നത്. ദ ടൈം ബിഫോർ ആഫ്റ്റർ ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ് ഈസ് നോൺ ആസ് BC. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള വർഷത്തെ ബിഫോർ ക്രിസ്റ്റ്, അതിനെ BC എന്നും ആൻഡ് AD അനോ ഡൊമിനി റെസ്പെക്റ്റീവ്ലി, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലം മുതൽക്കുള്ളതിനെ AD എന്നും അറിയപ്പെടുന്നു. നൗ ദേ ആർ ആൾസോ നോൺ ആസ് CE കോമൺ എറ ആൻഡ് BCE ബിഫോർ കോമൺ എറ. ഇന്ന് അതിന് മറ്റു പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററിയുടെ കാലഘട്ടത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, AD എന്നും BC എന്നും. എന്താണ് AD, എന്താണ് BC? അപ്പം ADയും പറഞ്ഞു, BCയും പറഞ്ഞു. ADയെയും BCയെയും മറ്റു പേരിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. ആ പേരാണ് CE എന്നും BCE എന്നും. CE എന്ന് പറഞ്ഞാൽ കോമൺ എറ. ഇന്ന് എല്ലാ കാലങ്ങളിനേക്കാളും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ എറയാണ്. അതുകൊണ്ട് ഇതിന് കോമൺ എറ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ADയെ BCE കോമൺ എറ, ഇപ്പോൾ നടക്കുന്നതിന് കോമൺ എറ എന്നും BCയെ ബിഫോർ കോമൺ എറ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ പിക്ചർ കാണാം. ദിസ് പിക്ചർ ഹെൽപ്സ് us to recognize the concept of ADand BC. ഈ ചിത്രം നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നത് ADയെയും BCയെയും വ്യക്തമാക്കി തരുന്നുണ്ട്. 1 മുതൽ റൈറ്റിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു ജനിച്ച് 1 വർഷം കഴിഞ്ഞു എന്ന്, 100 വരെ എത്തുമ്പോഴേക്കും 100 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിൻ്റെ 100 വർഷം മുമ്പ്, 200 വർഷം മുമ്പ്, 300 വർഷം മുമ്പ്, 400 വർഷം മുമ്പ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. മനസ്സിലായല്ലോ? ദിസ് പിക്ചർ ഹെൽപ്സ് us to recognize the concept of ADand BC. AD എന്തെന്നും BC എന്തെന്നും ഈ ചിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഹാവ് എ ഗ്ലാൻസ് അറ്റ് ദി കലണ്ടർ. ഒരു കലണ്ടർ നോക്കാം. കലണ്ടർ ഇന്ന് വീട്ടിൽ എവിടെയെങ്കിലും കലണ്ടർ ഉണ്ടാകും. ആ കലണ്ടർ എടുത്ത് നോക്കുക. കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്താണ് കലണ്ടറിൽ? 2-3 തരത്തിലുള്ള വർഷങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് വലിയ അക്കത്തിലും 2 ചെറിയ സൈഡിലായിട്ട് 2 ചെറിയ അക്കങ്ങളും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എറാസ് മെൻഷൻഡ് ഇൻ ദ കലണ്ടർ?
ഏതൊക്കെ വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് കലണ്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്? റൈറ്റ് ദം ഡൗൺ. ക്രിസ്ത്യൻ എറ. ഏതൊക്കെയാണ്? ഒന്ന് ക്രിസ്ത്യൻ എറയുണ്ട് അല്ലേ, ക്രിസ്തു കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് വേറൊന്നും കൂടി ഉണ്ട്, അതും അതിൻ്റെ കലണ്ടറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. മൂന്ന് കലണ്ടറാണ് നമ്മൾ മലയാള കലണ്ടറിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഏതെന്ന് നിങ്ങൾ കണ്ടെത്തുക. സെഞ്ചുറീസ്. ഡു യു നോ ഇൻ വിച്ച് സെഞ്ചുറി ആർ ലിവിങ്? നിങ്ങൾക്കറിയാം ഞാൻ ജീവിക്കുന്ന നൂറ്റാണ്ട് ഏതാണെന്ന്? വാട്ട് ഇസ് മീൻസ് സെഞ്ചുറി? സെഞ്ചുറീസ് മീൻസ് 100 അല്ലേ, 100, നൂറ്റാണ്ട് എന്ന് പറയും. ഡു യു നോ when it began? എപ്പോഴാണ് നൂറ്റാണ്ട് തുടങ്ങിയത്? എങ്ങനെയാണ് നൂറ്റാണ്ട് കണക്കാക്കുന്നത്? എ സെഞ്ചുറി ഡിനോസ് 100 years. ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. ഫോർ എക്സാമ്പിൾ, AD 1 to AD 100 is the first century. AD 1 വർഷം മുതൽ 100 വരെയുള്ള കാലഘട്ടത്തെ 1 നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നാമത്തെ 100 വർഷം. 101 മുതൽ 200 വരെയുള്ള കാലഘട്ടത്തെ രണ്ടാമത്തെ 100 വർഷം, അതായത് സെക്കൻഡ് സെഞ്ചുറി, രണ്ടാമത്തെ 100 വർഷം, 2-ാം നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. AD 1901 മുതൽ 1901 to AD 2000 is the 20th century. AD 1901 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തെ 20-ാം നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം എങ്ങനെയാണ് നൂറ്റാണ്ട് മനസ്സിലാക്കുന്നത്? ഓരോ 100 വർഷവും ഓരോരോ നൂറ്റാണ്ടായിട്ട് കണക്കാക്കണം. സി ദ ഇല്ലസ്ട്രേഷൻ ബിലോ. താഴെ നിങ്ങൾ ഈ ചിത്രീകരണം നോക്കുക. 1 ജനുവരി 1901, 31 ഡിസംബർ 2000. 1901 ജനുവരി 1-ാം തീയതി മുതൽ 2000 ഡിസംബർ 31 വരെ ഏത് നൂറ്റാണ്ടിൽ പെടും? ആ ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത്. അത് 20-ാം നൂറ്റാണ്ടാണ്. 2001 എത്തിയാൽ അത് 21-ാം നൂറ്റാണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുന്നു. അപ്പോൾ 100 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി 21-ാമത്തെ 100-ാമത്തെ വർഷം തുടങ്ങാൻ പോകുന്നു. ഐഡൻറ്റിഫൈ ദ സെഞ്ചുറീസ് ടു വിച്ച് ദ ഫോളോവിങ് ഇയേഴ്സ് ഫാൾ. താഴെ തന്നിരിക്കുന്ന നൂറ്റാണ്ട് ഏതെന്ന് നിങ്ങൾ കണ്ടെത്തുക. AD 2014, AD 1947, AD 1857, BC 2061, BC 326. ഏത് നൂറ്റാണ്ടാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കുക. ഇൻ ഹിസ്റ്ററി ദ ക്വസ്റ്റ്യൻ വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചരിത്രത്തെ സംബന്ധിച്ചോളം എപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനം. അപ്പോഴാണ് പഴയത് സംഭവിക്കുമ്പോഴാണ് അത് ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഭവത്തെ എന്താക്കി കൂട്ടാറില്ല, ചരിത്രമാക്കി കൂട്ടുമോ? ഇല്ല. ദ ക്രോണോളജിക്കൽ സെൻസ് ഹെൽപ്സ് അസ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്രോണോളജി നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചരിത്രം പഠിക്കുമ്പോൾ ഈ ക്രോണോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. The chronological order and sense are inevitable in recording and learning history. ചരിത്രം പഠിക്കാനും റെക്കോർഡ് ചെയ്യാനും ഈ ക്രോണോളജി വളരെ ആവശ്യമാണ്. അപ്പോൾ ഓരോന്നിനും ഡേറ്റും കാര്യങ്ങളും വർഷവും എല്ലാം കൃത്യമായ രേഖയുണ്ടായിരിക്കണം. അപ്പോൾ ആണ് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമായി മാറുന്നത്. സമ്മറി ചുരുക്കത്തിൽ പറയാം. ഹിസ്റ്ററി is the record of the progress human being acquired through the ages. ചരിത്രം എന്നാൽ കാലഘട്ടങ്ങളായി മനുഷ്യൻ നേടിയെടുത്ത പുരോഗതിയെയാണ് ചരിത്രം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹിസ്റ്ററി? ചോദ്യം വന്നേക്കാം. വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്റ്ററി is the record of the progress human being acquired through the ages. Second, the tools, coins, utensils, other historical remains and the written documents are the major source that helps us to record history. ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ച ചില സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ടൂൾസുകൾ, നാണയങ്ങൾ, പാത്രങ്ങൾ, മറ്റു ചരിത്രശേഷിപ്പുകൾ, എഴുതപ്പെട്ട രേഖകൾ. ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് എഴുതപ്പെട്ട രേഖകളാണ്. എഴുതപ്പെട്ട രേഖയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ചരിത്രം പഠിക്കാൻ, രേഖപ്പെടുത്താൻ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച സ്രോതസ്സുകൾ ഇവയെല്ലാമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ചരിത്രം രേഖപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ? ടോൾസ്, കോയിൻ, അറ്റൻസിൽ, അതർ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ആൻഡ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്.
ദ പീരീഡ് വിത്ത് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഈസ് കാൾഡ് ഹിസ്റ്റോറിക് പീരീഡ്. ചരിത്രം എഴുതപ്പെട്ട കാലത്തിനാണ് എന്ത് പറയുക? ചരിത്രകാലം എന്ന് പറയുന്നത്. ആൻഡ് ദ പീരീഡ് ടു റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഈസ് കാൾഡ് പ്രീഹിസ്റ്റോറിക് പീരീഡ്. ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുമ്പുള്ള കാലത്തെ പ്രീഹിസ്റ്റോറിക് പീരീഡ്, ചരിത്രാതീത കാലം എന്ന പേരിൽ അറിയപ്പെടുന്നു. പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ചരിത്രകാലവും ചരിത്രാതീത കാലവും. വാട്ട് ഈസ് ഹിസ്റ്റോറിക് പീരീഡ്? വാട്ട് ഈസ് പ്രീഹിസ്റ്റോറിക് പീരീഡ്? ഹിസ്റ്ററി ഈസ് ഡിവൈഡ് ഇൻ ടു AD ആൻഡ് BC. ചരിത്രത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, AD എന്നും BC എന്നും. AD ഇപ്പോൾ വിളിക്കുന്ന പേര്, BC ഇപ്പോൾ വിളിക്കുന്ന പേര് എന്ത്? നൗ ആൾസോ നോൺ ആസ് എ CE. AD ഇപ്പോൾ വിളിക്കുന്ന പേര് CE എന്നാണ്. BC ഇപ്പോൾ വിളിക്കുന്ന പേര്, ഇപ്പോൾ വ്യാപകമായും വിളിച്ചുകൊണ്ടിരിക്കുന്ന പേര് BCE, ബിഫോർ കോമൺ എറ. അപ്പോൾ ചരിത്രകാലത്തെ രണ്ടാക്കി തിരിച്ചു, AD എന്നും BC എന്നും. അതിൻ്റെ മറ്റൊരു പേരെന്ത്? സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ്. പ്രധാനപ്പെട്ട ആശയങ്ങൾ പാഠത്തിൽ നിന്ന് കിട്ടിയത്. എക്സ്പ്ലെയിൻ ദാറ്റ് ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രം രേഖപ്പെടുത്തുക എന്ന ഒരാശയം നമുക്ക് പാഠത്തിൽ നിന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ചരിത്രം രേഖപ്പെടുത്താൻ തെളിവ് ആവശ്യമാണ്. തെളിവില്ലാതെ ചരിത്രം രേഖപ്പെടുത്താൻ പറ്റുകയില്ല. ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ ഹിസ്റ്റോറിക് ആൻഡ് പ്രീഹിസ്റ്റോറിക് പീരീഡ്. ഹിസ്റ്റോറിക് പീരീഡും പ്രീഹിസ്റ്റോറിക് പീരീഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക, എഴുതി വെക്കുക. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ് ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചരിത്രകാലവും ചരിത്രാതീത കാലവും. അനലൈസ് ദ കൺസെപ്റ്റ് ഓഫ് AD ആൻഡ് BC സെഞ്ചുറി. AD എന്ത്, BC എന്ത്, സെഞ്ചുറി എന്നുള്ള ആശയം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഡിസ്ക്രൈബ് ദ നീഡ്സ് ഓഫ് കൺസേവിങ് ഹിസ്റ്റോറിക്കൽ മൊണുമെൻറ്റ്സ്. ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു, വിശദീകരിച്ച് തരുന്നു. അഗൈൻസ്റ്റ് ദ മെത്തോഡോളജി ഓഫ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. നാടിൻ്റെ ചരിത്രം പഠിക്കാൻ, അത് രേഖപ്പെടുത്താൻ നമുക്കൊരു പ്രചോദനം നൽകുന്നു. അത് ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ലെറ്റസ് അസസ്, നമുക്ക് വിലയിരുത്താം. ലിസ്റ്റ് ഔട്ട് ദ വാരിയസ് എവിഡൻസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ഇൻ റെക്കോർഡിംഗ് ഹിസ്റ്ററി. വാരിയസ് എവിഡൻസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ഇൻ റെക്കോർഡിംഗ് ഹിസ്റ്ററി. ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തമായ തെളിവുകൾ എന്തെല്ലാമാണ്? നമ്മൾ പല ചരിത്രങ്ങൾ ശേഖരിച്ചു അല്ലേ? നാടിൻ്റെ ചരിത്രം, കുടുംബ ചരിത്രം, പലതും ശേഖരിച്ചില്ലേ? ഇത് ശേഖരിക്കാൻ ആവശ്യമായ എവിഡൻസുകൾ എന്തെല്ലാമായിരുന്നു? ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻറ്റു ഹിസ്റ്റോറിക് ആൻഡ് പ്രീഹിസ്റ്റോറിക് സോഴ്സസ്. ഈ വസ്തുക്കളെ രണ്ടാക്കി തിരിക്കുക. താഴെ വരുന്ന ചില വസ്തുക്കളുണ്ട്, ഇതിനെ രണ്ടാക്കി തിരിക്കാം. ഏതൊക്കെയാണത്? പ്രീഹിസ്റ്റോറിക്കും ഹിസ്റ്റോറിക് പീരീഡും. കാണുന്നത് കോയിൻസ്, ബോക്സ്, കവ് പെയിൻറ്റിങ്സ്, സ്റ്റാമ്പ്സ്, സ്റ്റോൺ വെപ്പൺസ്, ആൻഷ്യൻറ്റ് എർത്ത് പാം ലീവ്സ്. നാണയങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഗുഹാചിത്രങ്ങൾ, സ്റ്റാമ്പുകൾ, അതുപോലെ കല്ലായുധങ്ങൾ, പുരാതനമായ പാത്രങ്ങൾ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, പാം ലീവ്സുകൾ. ഇവ രണ്ടിനെയും രണ്ടാക്കി തിരിച്ചിട്ട്, രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് ഏതൊക്കെയാണ് ഹിസ്റ്റോറിക് പീരീഡ്, ഏതെല്ലാമാണ് പ്രീഹിസ്റ്റോറിക് പീരീഡ് എന്ന രൂപത്തിൽ നിങ്ങൾ കണ്ടെത്താം. ഓക്കെ, താങ്ക് യു.